ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റിന് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഡോക്കിൻ്റെ 2% കൊജിക് ആസിഡ് നൈറ്റ് ക്രീമിൻ്റെ ആണ്. ഒരിടയ്ക്ക് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരുന്ന ക്രീമാണ്. സോ ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് ഡോക്കിൻ്റെ 2% കൊജിക് ആസിഡ് നൈറ്റ് ക്രീം. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കും, റിപ്പയർ ചെയ്യും, കോംപ്ലക്ഷൻ ഇച്ചിരി ബ്രൈറ്റ് ആക്കും, സ്കിന്നിലുണ്ടാകുന്ന മെലനിൻ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ബ്രൈറ്റ് ചെയ്യുന്ന ഇത് ഗ്ലോ ഇൻഫ്യൂസ്ഡ് ഫോർമുലയാണ് വിത്ത് നയാസിനമൈഡ് ആൻഡ് ആൽഫ-ആർബിറ്റൻ. ഇത് നൈറ്റിൽ തേക്കുന്ന യൂസ് ചെയ്യുന്ന ക്രീമാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. 350 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. ഞാനിത് പേർപ്പിളിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് 250 അതിലെന്തോ എനിക്ക് കിട്ടിയത്. ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഞാൻ ഇത് കുറേ നാളെ ഉപയോഗിച്ചത്, പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് ഇത്ര ഉപയോഗിച്ചായിരുന്നു. കാണുന്നു, ഇത് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. നല്ല തിക്കായിട്ടുള്ളൊരു ക്രീം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് കുഴപ്പങ്ങളോ ഇങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, നോർമലായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം യൂസ് ചെയ്ത് നൈറ്റ് ക്രീം ആയിട്ട് രാത്രിയിലാണ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്നേ ദിവസം പിറ്റേന്ന് ഞാൻ രാവിലെ എണ്ണിച്ച് നോക്കി, ചെറുതായിട്ടൊരു കുരു പോലെ. ഞാൻ ചൂടാ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ രണ്ടാമത്തെ ദിവസം യൂസ് ചെയ്ത് പിറ്റേന്ന് നോക്കിയപ്പം എനിക്ക് ഇവിടെയൊക്കെ ആയിട്ട് 2-3 കുരുകൾ. ഇത് ഇപ്പം വന്ന കുരുകളാണ്, അതല്ല മുമ്പ് ഇവിടെയൊക്കെ കുറച്ച് കുരുകൾ വന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ദൈവമേ ഈ ക്രീം ഉപയോഗിച്ചിട്ടായിരിക്കും. പോരാത്തിന് ഇതെന്ന് വെച്ചാൽ ഈ ക്രീം തേച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്തു എനിക്ക്. കാരണം ഇത് തേച്ച് പിറ്റേന്ന് രാവിലെ എണ്ണിക്കുമ്പോൾ എൻ്റെ മുഖം എന്താ പറയുക, എണ്ണയിൽ കുളിച്ച പോലെ ആയിരുന്നു എൻ്റെ ഫേസ് ഇരുന്നത്. ഓൾറെഡി എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇതും കൂടെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ ഫേസിൽ ഓയിൽ, രാവിലെ എണ്ണിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫുൾ എണ്ണയിൽ കുളിച്ച് മുഖം ഫുൾ ഇവിടെ ഫുൾ ഓയിലായിരുന്നു എൻ്റെ സ്കിൻ. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഡ്രൈ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും നല്ലതായിരിക്കും, സ്കിന്നുള്ളവർക്കും നല്ലതായിരിക്കും. കാരണം ഞാൻ ഓയിലി സ്കിന്നുകാർക്ക് എന്തായാലും നല്ലതല്ലായിരിക്കും. പിന്നെ എനിക്കിത് ഉപയോഗിച്ചിട്ടെന്ന് വെച്ചാൽ എനിക്ക് പിമ്പിൾസ് ഇത് സൂട്ടായില്ല. നെഗറ്റീവ് പറയാനല്ല, കുറേ ഞാൻ റിവ്യൂസ് ഇതിനെ കണ്ടു. ചിലർക്കൊക്കെ സൂട്ടാവുന്നുണ്ട്, ചിലർക്കൊക്കെ സൂട്ടാവുന്നില്ല. മേ ബി ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ആയിരിക്കാം. പക്ഷെ എനിക്കിത് സൂട്ടായിട്ടില്ല. ഇപ്പോൾ ഇത് കയ്യിലും കാലിലൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഡോക്കിൻ്റെ കൊജിക് ആസിഡ്. പക്ഷേ എനിക്ക് കൊജിക് ആസിഡ് സിറംസ് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, അതെനിക്ക് സൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തോ ഈ ക്രീം എനിക്ക് സൂട്ടാവുന്നില്ല, ഭയങ്കരമായിട്ട് എൻ്റെ സ്കിൻ ഓയിലി ആക്കുക. ഇപ്പം ഇത് കൈ തേച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ടുണ്ടോ സ്റ്റിക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സംഭവം നമ്മുടെ കയ്യിൽ മേൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെയായിട്ട് ഫീൽ ചെയ്യും. ചില ക്രീംസൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല, പക്ഷേ ഇത് ഇട്ടിട്ടുണ്ടെന്നറിയാം. കയ്യിലിട്ടിട്ടാണേലും എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരിടയ്ക്ക് ഞാൻ ഇത് ഭയങ്കര കൊതിച്ച് ആഗ്രഹിച്ച് മേടിച്ചായിരുന്നു. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയതുകൊണ്ട് കുറേ റിവ്യൂസും വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് നല്ല റിവ്യൂസൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ ചിലപ്പം നല്ലതായിരിക്കും, ഒന്ന് മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് തന്നെ കൊതിച്ച് മേടിച്ചതായിരുന്നു. ഞാനിത് പർപ്പിളിൽ നിന്ന് മേടിച്ച ആ സമയത്ത് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് 250 അങ്ങനെ എന്തോ കിട്ടിയത്. ഇനി ശരിക്കുള്ള MRP 350ആണ്, എക്സ്പയറി 26. അപ്പോൾ ഇത് മേടിക്കേണ്ടവർക്ക് മേടിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കിത് സൂട്ടായില്ല, എല്ലാവർക്കും ആവണമെന്നല്ല, ചിലവർക്ക് സൂട്ട് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ ഏത് സ്കിൻ ടൈപ്പ് ആയാലും നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യും, സിറം ആയാലും ക്രീം ആയാലും എന്തുവാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് എടുത്ത് നമ്മൾ മുഖത്തോട്ട് അപ്ലൈ ചെയ്താൽ പിറ്റേന്ന് രാവിലെ എണ്ണിക്കുമ്പം മുഖത്തിൻ്റെ കാര്യത്തിനൊരു തീരുമാനമാകും. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. എൻ്റെ ഈ ക്രീമിൻ്റെ റിവ്യൂസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പം സൂട്ട് ചെയ്യായിരിക്കും. കാരണം ഞാൻ കൊജിക് ആസിഡ് സിറം യൂസ് ചെയ്യുന്നുണ്ട്, അതെനിക്ക് നല്ലോണം സൂട്ടാവുന്നുണ്ട്, വർക്കാവുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഈ ക്രീം മേടിച്ചത്. എനിക്ക് ചിലപ്പോൾ സൂട്ടാവും, വർക്കാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചത്. പക്ഷേ എൻ്റെ പൈസ പോയി. മോയ്സ്ചറൈസ് ചെയ്യാൻ ഇത് നല്ലൊരു ക്രീമാണ് പറയുന്നുണ്ട്. ഫേസിൽ ഉപയോഗിക്കാൻ ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ആണെങ്കിൽ ഒട്ടും നിങ്ങളിത് തേക്കരുത്. നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഓയിലി ആവും, ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.